രാവിലെ കൊണ്ടുവന്നിരുന്നെങ്കിൽ മനുഷ്യൻ ഇത്രയും കിടന്ന് വെപ്രാളം പിടിക്കേണ്ടി വരുമോ? ഉമ്മാർക്ക് ഒരു 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് മീൻ കൊണ്ടുവന്നൂടായോ? ചോറിട്ടോ? എവിടെ സമയം പോകുന്നു. പെട്ടെന്ന് റെഡിയാക്കി തരാം. ഫോണിൽ അങ്ങോട്ട് സമയമില്ല. ചോറായോ? വേഗം എടുത്ത്, സമയമായി. അങ്ങനെ ഒരു പ്രത്യേക സ്വഭാവ. വേഗം എടുത്തിട്ടാ. പിന്നെ ചോറും ചമ്മന്തി രസം മാത്രമേ ഉള്ളേ. മീൻ കറി വെക്കാൻ പറ്റില്ല. അയാൾ താമസിച്ചാണ് മീൻ കൊണ്ടുവന്നത്. അതോ പോയി വെക്കളാം. ഹലോ, പറയടാ. അയ്യോ ഇല്ലടാ, ഇല്ല, ഞാനിന്നില്ല. നിങ്ങൾ പോയിട്ട് വാ, ഞാൻ പിന്നെ ഒരു ദിവസം വന്നോളാം. ചേട്ടൻ ജോലിക്ക് പോയി. ഇന്ന് ഇവിടെ ഇച്ചിരി വെയിലൊക്കെ കാണുന്നു. ഇനി എന്തോന്ന് അറിയത്തില്ലടാ. എന്നാലും എനിക്ക് ഇനി പറ്റത്തില്ലടാ. പിള്ളേരൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ ഒരു ദിവസം ആവട്ടെ. നിങ്ങൾ പോയിട്ട് വാ. ഞാൻ അവളെ അന്വേഷിച്ചെന്ന് പറഞ്ഞാരേ. ശരിയടാ, ശരി, ഓക്കെ. എല്ലാം കളഞ്ഞല്ലോ. ദൈവമേ, ഇന്നും പണിയില്ലയോ? നമുക്ക് തൊട്ടും പിടിച്ചും കളിക്കരുത്. ഓടല്ലേ കടന്ന്. ഇന്ന് വലിയ മഴയൊന്നും ഇല്ലായിരുന്നല്ലോ. എത്ര ദിവസമായി ഇങ്ങനെ പണി ഇല്ലാതായിട്ട്? നാളെ കാണുമായിരിക്കും അല്ലയോ? മഴയാണെങ്കിൽ നാളെയും ഇത് എന്നാ അവസ്ഥ? നമുക്ക് വേറെ എന്തെങ്കിലും പണി വല്ലതും നോക്കാം. ഇനി എന്ത് ചെയ്യാനാ? ആർക്കും പണിയൊന്നുമില്ല. ഓണകാലമായിട്ട് പിള്ളേർക്ക് ഒരു ഡ്രസ്സ് എടുക്കാൻ പോലും പൈസയില്ല. ഡ്രസ്സൊന്നും എടുത്തില്ലേലും കുഴപ്പമില്ല. എന്തെങ്കിലും നല്ലപോലെ ആഹാരം വല്ലതും വെച്ചു കൊടുക്കാൻ പറ്റിയാൽ മതിയായിരുന്നു. പോയി ബുക്ക് എടുത്തില്ല പഠിപ്പിക്കാൻ.
കാറി നമ്മുടെ വീട്ടിലോട്ട് കയറി വരുന്നത്. ആണോ? ആ ബാ. ഇവിടെ വന്നില്ല. കളിക്കാൻ ആ, പോവാ. ഇതാരിത്? വാ, ഇങ്ങനെ വാ. അനിലേ ജീവൻ ചേട്ടാ, സുഖമല്ലേ? പിന്നെ ഒരു വിവരമില്ലല്ലോ ഇയാളെ പറ്റി. ഇതൊക്കെ കൂടിയല്ല. പിന്നെ വാ, കേറ്. ആ, ഉണ്ട്, അകത്തുണ്ട്. എന്തൊക്കെയുണ്ട് വിഷയങ്ങൾ? ഒരു മാറ്റമില്ല കേട്ടോ. ഇവിടെ നല്ലത്. ദേ, ദാ വന്ന് മോനെ ജീവൻ ചേട്ടാ. എല്ലാവരും പിന്നെ ഇന്ന് സുഖം. ആ ഇതാ നമ്മുടെ ജീവൻ ചേട്ടൻ. ഞാൻ പറയാറില്ലേ? ആ അറിയാം, ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്. ചായ എടുക്കാം. ആ, എടുക്ക ചായ എടുക്ക. പിന്നെ എന്തൊന്ന് ലാൻഡ് ചെയ്ത്? 3 ദിവസമായി. സുഖങ്ങളൊക്കെ തന്നെ. പരമാർത്ഥ സുഖം. പിന്നെ എന്തൊക്കെയുണ്ട്? സുഖം. പണിയൊക്കെ ഉണ്ടോ? പണിയൊന്നുമില്ല. ഇതെന്താ പരിപാടി? ചേട്ടാ എന്തോ? അതാ ഇവിടുന്ന് വാ. എന്തോടെ? പിന്നെ പഞ്ചസാരയില്ല, കുറച്ചേ ഉള്ളൂ. ആണോ? പഞ്ചാര ഇല്ലല്ലേ? ആ, അത് കുഴപ്പമില്ല. പഞ്ചാര ഇല്ലാതെ കുടിച്ചോളൂ. നേരത്തെ പഞ്ചാര ഇട്ടാ കുടിക്കും. പിന്നെ പിള്ളേരുടെ സ്നാക്സ് വല്ലതും ഇരിപ്പുണ്ടോ? ഇല്ല, ഒന്നും ഇരിപ്പില്ല. പിള്ളേർക്ക് തന്നെ കൊടുക്കാനൊന്നും ഇല്ലായിരുന്നു. അതുമില്ലേ? പക്ഷേ നേരത്തെ അറിഞ്ഞായിരുന്നു ചെറുതിൽ കടലെങ്ങും വിടായിരുന്നു. അതിനിപ്പോൾ കുഴപ്പമില്ല. ആ, ഉള്ളതെല്ലാം ഉണ്ടെങ്കിൽ എടുക്കുക. അതാ മതി. അങ്ങോട്ടേലിട്ട്. ഞാൻ വിചാരിച്ചു ഇയാളെ ഏതെങ്കിലും വലിയ കമ്പനിയിലൊക്കെ വലിയ ഉദ്യോഗസ്ഥനായി കാണുന്നു. എവിടെ? ഇല്ല ചേട്ടാ, ഞങ്ങളല്ലേ ആദ്യം ക്യാൻസൽ ചെയ്ത് വിട്ടെ. പിന്നെ ഒന്നും നടന്നൊന്നുമില്ല. ഒരുപാട് നോക്കി, അതൊന്നും നടന്നില്ല. പിന്നെ നമ്മൾ ഗൾഫുകാരല്ലേ, ആ വരുമ്പോഴുള്ള വിലയല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ പുല്ല് വിലയാണ്. എന്റെ അളിയൻ പിന്നെ അവിടെ ഉണ്ടായതുകൊണ്ട് എനിക്ക് വേറൊരു നല്ല കമ്പനി കയറി പറ്റാൻ പറ്റി. ആ ഭാഗ്യം. അതിലെ നീ ഇപ്പൊ വന്നിട്ട് 2 വർഷമായില്ലേ? അതോ 2 വർഷം കഴിഞ്ഞല്ലേ? 2 വർഷം ഏകദേശം കഴിഞ്ഞത്. ജോലിയൊന്നും ഇല്ലാതെ എങ്ങനെ നടക്കുന്ന കാര്യങ്ങളൊക്കെ? ജോലി ഇവിടെ 1-2 ചെറിയ പണികളൊക്കെ വല്ലപ്പോഴും കിട്ടും. കിട്ടിയാ കിട്ടി, കിട്ടിയില്ലേ കിട്ടിയില്ല എന്നുള്ള രീതിയിൽ നടക്കുന്നു. പിന്നെ ഇതെന്തോ ഉപ്പല്ലോ? ഇത് കുറച്ച് സ്വീറ്റ്സ് ഒക്കെയാ, പിള്ളേരെ കൊടുക്കണേ. ഇവിടെ ചായ ആയില്ലയോ? ആ, ആയി, ആയി. ആ. പിന്നെ വൈഫിനും കുട്ടികൾക്കൊക്കെ സുഖമായിട്ടിരിക്കുന്ന? ആ. ഇവൻ കൊണ്ട് വെച്ചാൽ എല്ലാരോടും ഒരു ദിവസം അങ്ങോട്ട് ഇറങ്ങുന്നേ. അനില് ചായ കുടിക്കുന്നില്ലേ? ഇല്ല, ഞാൻ രാവിലെ ഒന്നും കുടിച്ച്. പിന്നെ പഴയ ഓണൊക്കെ ചായ കുടിക്കുന്നില്ല ഇപ്പൊ ഇവിടെ. ആ. ഇനി എന്നാ ചേട്ടൻ തിരിച്ചു കയറുന്നത്? 5-ാം തീയതി പോണമെന്നാണ് ആലോചന, അടുത്ത മാസം. ആണോ? പിന്നെ നമ്മുടെ ആ കൊച്ചനീഷില്ലേ അവിടെ ഉള്ള, അവന്റെ കല്യാണമൊക്കെ ആയി, അറിഞ്ഞായിരുന്നോ? അനീഷിന്റെയോ? ആ. അതിപ്പം 2-3 മാസം കൊണ്ടായി. ഇല്ലടാ, ഞാൻ അറിഞ്ഞില്ല. അവിടെ ആയതുകൊണ്ട് പല കാര്യങ്ങളും ഞാൻ സത്യം പറഞ്ഞാൽ അറിയുന്നില്ല. ഞാൻ നീയുമായിട്ടൊക്കെ ഒന്ന് കറങ്ങണം കൂടണമെന്നൊക്കെ വിചാരിച്ചാ വന്നത്. അതിനെന്താ, നമുക്ക് പോകാന്ന്. വേണ്ടടാ, അതൊക്കെ പിന്നൊരു ദിവസം ആവാം. നീ ഒരു അവസ്ഥയിലായിരിക്കുമെന്ന് സത്യം പറഞ്ഞാൽ ഞാൻ കരുതിയില്ല. അവസ്ഥയുടെ കാര്യമൊന്നും പറയണ്ട. പിന്നെ എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നേ ഉള്ളൂ. ആ, അതൊക്കെ വിട്. പിന്നെ എല്ലാം ശരിയാവും അല്ലേ? എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് സമാധാനം ശരിയാവും. പോട്ടെ പോട്ടാ. എന്തോ ചേട്ടാ, ഇതിൽ മറന്നോ? അല്ലേ, ഇന്ന് തന്നെ നിന്റെ പാസ്പോർട്ടിൻ്റെ കോപ്പി ഒരു ഫോട്ടോയും കൂടെ എൻ്റെ വാട്സാപ്പിലൂടെ ഒന്ന് സെൻഡ് ചെയ്യണം. മറക്കരുത്, എത്രയും പെട്ടെന്ന് വേണം. ഇന്ന് തന്നെ ഞാൻ നമ്മുടെ കമ്പനിയിലോട്ട് ഞാനത് അയച്ചു കൊടുക്കും.
അടുത്ത മാസം 5-ാം തീയതി ഞാൻ കയറി പോകുമ്പോൾ നീ എന്നോടൊപ്പം ഉണ്ടാവും കേട്ടോ. സമാധാനമായിരിക്കും, പ്രശ്നമെല്ലാം മാറുള്ളൂ. പോട്ടെ. ചില മനുഷ്യർ ഇങ്ങനെയാണ്. മറ്റുള്ളവരുടെ സങ്കടത്തിൽ പങ്കുചേർന്ന് അവരെ സന്തോഷിപ്പിക്കും.